tRNA അഥവാ നമ്മുടെ അഡാപ്റ്റർ മോളിക്യൂളിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ mRNA ആണ്. DNA RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ആ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് മെച്യൂർഡ് ആയിട്ടുള്ള മെസ്സഞ്ചർ RNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് വന്നിട്ടുള്ള ക്യാപ്പിംഗ്, ടെയിലിങ്, എല്ലാ സ്പ്ലൈസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മെസ്സഞ്ചർ RNA. സോ അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡോണുകൾ, നൈട്രോജീനസ് ബേസുകൾ നമുക്ക് കാണും. ഈ കോഡോണുകളാണ് നമ്മൾ പ്രോട്ടീനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ കോഡോണുകളെ പ്രോട്ടീനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ട്രിപ്ലറ്റ് കോഡുകൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. അത് ജനറ്റിക് കോഡിൻ്റെ സഹായത്തോടു കൂടി. സോ AGU എന്ന് പറഞ്ഞാൽ അത് ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നവയാണ്. സോ അങ്ങനെ mRNAയുടെ സീക്വൻസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ട്രാൻസ്ഫർ RNA എങ്ങനെയാണ് അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യണത്. ഇതാണ് ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNAയുടെ രണ്ട് മെയിൻ പാർട്ടുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു സൈഡാണ്, ഈ ഭാഗമാണ് അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ്, അമിനോ ആസിഡിനെ റിസീവ് ചെയ്യണ ആക്സെപ്റ്റ് ചെയ്യണ എൻഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ സെറൈൻ എന്ന് പറഞ്ഞ ഒരു അമിനോ ആസിഡിനെ അവർ ക്യാരി ചെയ്യുന്നുണ്ട് ഈ tRNA. അതുപോലെ അതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ആൻറ്റി കോഡോൺ ലൂപ്പ്. ഈ റൗണ്ട് ഷേപ്പ് കാണിക്കുന്നതാണ് ആൻറ്റി കോഡോൺ ലൂപ്പ്. സോ അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡും ഈ പറഞ്ഞതുമാണ് ആൻറ്റി കോഡോൺ ലൂപ്പ്. സോ ഈ ആൻറ്റി കോഡോൺ ലൂപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ 3 നൈട്രോജീനസ് ബേസുകൾ ഉണ്ടായിരിക്കും. കോഡോണും ട്രിപ്ലറ്റ് കോഡോണ്, ആൻറ്റി കോഡോണും ട്രിപ്ലറ്റ് കോഡോണ്. സോ ഈ ആൻറ്റി കോഡോൺ ലൂപ്പിൽ കാണുന്ന ബേസുകൾ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കോഡോണിന്, mRNAയിൽ കാണുന്ന കോഡോണിന് കോംപ്ലിമെൻ്ററി ആയിട്ട്, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളതായിരിക്കും ഈ പറഞ്ഞ ആൻറ്റി കോഡോൺ എന്ന് പറയുന്നത്. സോ ഈ AGU അതിന് കോംപ്ലിമെൻ്ററി ആണ് UCA. സോ നമ്മളെ ഈ പറഞ്ഞ tRNA എന്ത് ചെയ്യുന്നു, tRNA വന്നു ഒരു അമിനോ ആസിഡിനെയും കൊണ്ടുവരുന്നു. സോ ഈ പറഞ്ഞ AGU എന്ന് പറഞ്ഞ mRNAയിൽ കാണുന്ന കോഡിന് അല്ലെങ്കിൽ കോഡോണിന് കോംപ്ലിമെൻ്ററി ആയിട്ട്, അതിന് കോംപ്ലിമെൻ്ററി ആവുന്ന തരത്തിലുള്ള അമിനോ ആസിഡിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെറൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്. സോ സെറൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ഈ പറഞ്ഞ mRNAയിൽ കാണുന്ന AGUവിന് കോംപ്ലിമെൻ്ററി ആണ്. സോ AGU എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറൈനാണ്. ഈ പറഞ്ഞ അമിനോ ആസിഡിനെ കൊണ്ടുവരുമ്പോൾ ഒരു എൻഡിൽ, അപ്പോൾ ഒരു എൻഡിൽ അമിനോ ആസിഡിനെ കൊണ്ടുവരികയും അതിൻ്റെ മറ്റേ എൻഡിൽ ഈ പറഞ്ഞ mRNAയ്ക്ക് കോഡോൺ സഹായിക്കുന്ന അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള നൈട്രോജീനസ് ബേസുകളെയും അത് കൊണ്ടുവരും. സോ ഈ പറഞ്ഞ UCA എന്ന് പറഞ്ഞത് നമ്മുടെ സെറൈനാണ്. സോ എന്താ ചെയ്യുന്നത്, tRNA ഒരു ഹാൻഡ്, 1 ഹാൻഡ് അമിനോ ആസിഡിനെ ക്യാരി ചെയ്യുന്നു. അതുപോലെ മറ്റേ ഹാൻഡ് അതിൻ്റെ ആൻറ്റി കോഡോൺ വെച്ചിട്ട് mRNA കോഡോണുമായിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റാരിറ്റി ബേസിൽ അത് പെയർ ചെയ്യുന്നു. അങ്ങനെയാണ് അത് ഈ പറഞ്ഞ സീക്വൻസുകൾ എന്താണ്, ഈ പെർട്ടിക്കുലർ അമിനോ ആസിഡുകൾ നെക്സ്റ്റ് അമിനോ ആസിഡ് അങ്ങനെ കൂടിച്ചേർന്ന് പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് കളക്ട് ചെയ്ത് അത് പോളിപെപ്റ്റൈഡ് ചെയിൻ അഥവാ പ്രോട്ടീനായിട്ട് മാറുന്നത്. സോ ഇതൊരു tRNA സെറൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അതിന് കോംപ്ലിമെൻ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റി കോഡോൺ ലൂപ്പിന് അതിനനുസരിച്ചുള്ള ആൻറ്റി കോഡോൺ നൈട്രോജീനസ് ബേസുകളുണ്ട്. ആ നൈട്രോജീനസ് ബേസുകൾ നമ്മൾ പറയുന്ന mRNAയിൽ കാണുന്ന കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൈട്രോജീനസ് ബേസുകളായിരിക്കും. ബിക്കോസ് ഈ കാണുന്ന mRNAയിൽ കാണുന്ന കോഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അമിനോ ആസിഡിനെയാണ് ഈ tRNA കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ വേറൊരു tRNA തൈറോസിനെയാണ് കൊണ്ടുവന്നത്. തൈറോസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ കോംപ്ലിമെൻ്ററി UAC, ആ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇതിനെയാണ് ഇപ്പോൾ ആൻറ്റി കോഡോൺ ലൂപ്പ് mRNAയിൽ കാണുന്ന കോഡോൺ. സോ ഇതിന് കോംപ്ലിമെൻ്ററി തൈറോസിൻ എന്ന് പറഞ്ഞത് നമ്മൾ mRNAയിൽ കാണുന്ന ഈ കോഡോൺ. സോ UAC എന്ന് പറഞ്ഞത് തൈറോസിനാണ്. അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അമിനോ ആസിഡിനെയാണ് ഈ tRNA ക്യാരി ചെയ്ത് കൊണ്ടുവന്നത്. സോ അതിൻ്റെയും ഇതുപോലെ ആൻറ്റി കോഡോൺ ലൂപ്പിന് ഈ mRNAനെ കോഡ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി അത് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആൻറ്റി കോഡോൺ ലൂപ്പിൽ അതിൻ്റെ സീക്വൻസുകൾ നൈട്രോജീനസ് ബേസുകളുണ്ട്. ഇങ്ങനെ 1 by 1 ഒരു tRNA ഒരു അമിനോ ആസിഡിനെ കൊണ്ടുവന്നു. നമ്മുടെ mRNAയിലെ ഈ കോഡിനെ റീഡ് ചെയ്തു. അടുത്തത് വീണ്ടും mRNAയിലെ അടുത്ത കോഡിനെ വേറൊരു tRNA അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ കൊണ്ടുവന്നു. വീണ്ടും ഇവിടെ നമ്മുടെ ട്രിപ്ലറ്റ് കോഡോണിൽ വേറെ ഏതോ mRNAയുടെ കോഡുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു tRNA വരുന്നു. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള tRNAകൾ ഓരോ പെർട്ടിക്കുലർ അമിനോ ആസിഡിനെയും കൊണ്ടുവന്ന് ഈ mRNAയിൽ കാണുന്ന കോഡോണിന് അനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സ്പെസിഫിക് tRNAയും ഓരോ പെർട്ടിക്കുലർ അമിനോ ആസിഡുകളെ കൊണ്ടുവരും. ഇവിടെ കാണുന്ന കോഡോണിന്
കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡുകളെ ഓരോ TRNA 1 by 1 ആയിട്ട് കൊണ്ടുവരുന്നു. അവസാനം അതൊരു സ്റ്റോപ്പ് കോഡോണിൽ എത്തുന്നു. UAA അങ്ങനെ ഒരു സ്റ്റോപ്പ് കോഡോണിൽ എത്തുമ്പോൾ ആ TRNA അവിടെ നിൽക്കുന്നു. പിന്നീട് അത് TRNA ഒരു അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നില്ല, ബിക്കോസ് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ കൊണ്ടുവരുന്ന അമിനോ ആസിഡുകൾ ആഡപ്പ് ചെയ്യുന്നു, 1 by 1 ആഡപ്പ് ചെയ്ത് പോളിപെപ്റ്റൈഡ് ചെയിൻ വെച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പോളിപെപ്റ്റൈഡ് ചെയിനായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ പറയുന്ന പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ നടക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിൻ്റെ ഓരോ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളെന്ന് നോക്കാം.